അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് വിശാഖ്. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ എല്ലായിടത്തും നമുക്കറിയാം നല്ല വെയിലാണ്, നല്ല ചൂടാണ്. അപ്പം നമ്മളെ പക്ഷികൾ ഇപ്പോൾ പോയ പോലെ നല്ല നമുക്ക് കുറച്ചുകൂടി കെയർ കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. മഴക്കാലം പോലെ തന്നെയാണ് വേനൽക്കാലം. രണ്ട് കാലങ്ങളിൽ നമ്മൾ പക്ഷികൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മഞ്ഞുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ പറയുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് വേനൽക്കാലത്ത് എന്തൊക്കെ കെയറിങ് ആണ്, ഇപ്പോൾ നമ്മൾ ഫുഡ് റൊട്ടീനിൽ കാര്യങ്ങൾ മാറ്റം വരുത്തുന്നത് എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ ദയവ് ചെയ്ത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം വീഡിയോസ് അറ്റ് ടൈം നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഫസ്റ്റ് ഞാൻ ആദ്യം പറയുകയാണെങ്കിൽ നമ്മളെ ഇവർ ബേഡ്സ് സംബന്ധിച്ചിട്ട് അധികമായിട്ടുള്ള ചൂട് ഇവർക്ക് പറ്റൂല. മിക്ക വർഷം ഫിഞ്ചസുകൾ കാര്യങ്ങളൊന്നും കുഴപ്പമില്ല, ഓരോ ഇതൊക്കെ ചൂട് നന്നായിട്ട് താങ്ങുന്നത് കാണാറുണ്ട്. പക്ഷെ അതിൽ മേലോട്ടുള്ള ബേഡ്സുകൾ, അതേപോലെ തന്നെ ബജ്ജീസ് ആയിക്കോട്ടെ, കൊനൂർസ്, അങ്ങനത്തെ ബേഡ്സിനും അമിതമായിട്ടുള്ള ചൂട് പറ്റൂല. ഒരു മീഡിയം ലെവലുള്ള ചൂടേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ചിലവർക്ക് അപ്സ്റ്റെയറിന് മേലെ ആയിരിക്കും ചിലപ്പോൾ കേജ് ഉണ്ടാവുക. അത് രാവിലെ തൊട്ട് വെയിലടിക്കുന്ന വൈകുന്നേരം വരെ വെയിലടിക്കുന്ന സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എപ്പോഴും എന്താ പറയുക, നമ്മൾ സാധാരണ നമ്മളൊരു ഷീറ്റിട്ട സ്ഥലത്ത് പോയാൽ തന്നെ നമ്മൾക്ക് അറിയാം അതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറുമ്പോൾ തന്നെ ഒരു ഇറിറ്റേഷൻ അല്ലേ, ഒരു ആവിയായിരിക്കും. അപ്പോൾ അതുപോലെ ഇതിൻ്റെ മേലും ഒരു തരം ആവിയായിരിക്കും. ഈ ആവി വെച്ചാൽ ബേഡ്സുകളെ വളരെ വീക്കാക്കും, ഭയങ്കരമായിട്ട് ബേഡ്സുകൾ എന്ത് ചെയ്യും, വീക്ക് ചെയ്യും. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഫസ്റ്റ് നിങ്ങൾ അങ്ങനത്തരം സ്ഥലങ്ങളിലാണ് കൂട് വെച്ചെന്ന് വെച്ചാൽ അവിടെ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യുക. അതായത് 4-5 ഭാഗങ്ങളിൽ വലിയ ബേസിനിൽ കുറച്ച് വെള്ളം നിറച്ച് വെച്ചാൽ മതി, ഓട്ടോമാറ്റിക് അതൊന്ന് റെഡി ആവാറുണ്ട് എന്നാണ് പലരും പറഞ്ഞത്. പല ബ്രീഡേഴ്സ് അങ്ങനെയാണ് ചെയ്യാറ്. അപ്പം അപ്സ്റ്റേന് മേലുള്ളവരാണെങ്കിൽ വലിയ വലിയ ബേസിനിൽ 4-5 ഭാഗങ്ങളിൽ കൊണ്ടുപോയിട്ട് വെള്ളം വെക്കും. അപ്പോൾ വെച്ചാൽ വരുന്ന ആവി അതിൽ തട്ടി നേരെ ഹ്യൂമിഡിറ്റി ഒന്ന് ക്രിയേറ്റ് ചെയ്തോളും, അത് വൃത്തിക്കുള്ള ഒരു ആവിയായിട്ട് പോയിക്കോളും. അപ്പോൾ എന്താ വെച്ചാൽ നേരെ വന്ന് തട്ടുന്നതും അതേപോലെ ആ വെള്ളം തട്ടുന്ന തമ്മിൽ രണ്ട് വ്യത്യാസമാണ്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ ഒന്ന് കൺട്രോൾ ചെയ്യാം. പിന്നെ പറയാൻ വേണ്ടി എന്താ വെച്ചാൽ, ബേഡ്സുകൾ നല്ല ചൂട് നിൽക്കുന്ന സമയമായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് വെള്ളം അടിച്ച് കൺട്രോൾ ചെയ്യുക. എന്താ വെച്ചാൽ ഒരു കുളിക്കാനുള്ള വെള്ളമല്ലേ, അത് മസ്റ്റായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. വേനൽക്കാലത്ത് എന്ത് വന്നാലും വേനൽക്കാലത്ത് മസ്റ്റായിട്ട് അത് വെച്ച് കൊടുക്കേണ്ട ഒന്നാണ്. അവർക്ക് കുളിക്കാറുള്ളത്. ഇനിയിപ്പോൾ കുളിക്കാത്ത പല ബേഡ്സ് ഉണ്ട്. എൻ്റെ അടുത്താണെങ്കിൽ പേള് പറഞ്ഞൊരു ബേഡുണ്ട്, അവൾ കൊക്കട്ടയിലാണ്, കുളിക്കാറൊന്നുമില്ല. അപ്പോൾ ഞാൻ തന്നെ എന്താ വെച്ചാൽ നമ്മളെ സ്പ്രേ അല്ലേ, ആ സ്പ്രേ ഉപയോഗിച്ചിട്ട് മേത്ത് വെള്ളം അടിച്ചിട്ട് ഓളെ വാഷ് ചെയ്ത് വിടാറാണ്. അങ്ങനെ ചെയ്യാം. വീക്കിലി ഒരു വട്ടെങ്കിലും ഇത് ചെയ്ത് മസ്റ്റാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ താഴെ ഷെഡുകൾ കാര്യങ്ങളാണെങ്കിൽ ഡയറക്റ്റ് വെയിലടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ കുറച്ച് പാളയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഓലകളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ചൂടൊന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഗ്രീൻ നെറ്റ് വലിച്ച് കെട്ടിയിട്ട്, ആ ഗ്രീൻ നെറ്റ് കുറേയൊക്കെ എൻ്റെ കേജിൻ്റെ ഒക്കെ മേലെ ഫുൾ ഗ്രീൻ നെറ്റാട്ടോ. കാരണം ഷീറ്റാണ്, എനിക്ക് വലിയ ചൂടൊന്നും അനുഭവപ്പെടാറില്ല. കാരണം തൊട്ട് പുറകിലൊക്കെ മരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു വെയിൽ ഡയറക്റ്റ് എൻ്റെ കേജിലേക്ക് അടിക്കാറില്ല, മരങ്ങളുള്ളതുകൊണ്ട് തന്നെ. പിന്നെ വൈകുന്നേരത്തെ ഒരു 4 മണി 5 മണീൻ്റെ വെയിൽ അടിക്കാറുള്ളൂ കേട്ടോ. അപ്പം അത് വലിയൊരു ചൂട് കാണാറില്ലല്ലോ. അപ്പോൾ അങ്ങനെ അത് വലിയ വിഷയമൊന്നുമില്ല എനിക്ക്. മരങ്ങളുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ അത്. അപ്പോൾ അതിൻ്റെ മേലെ കുറച്ച് ഓല കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ഒന്ന് വിതറിയിട്ട് എന്ത് ചെയ്യുക, അതൊന്ന് ലെവലാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് വീക്കിലി 2-3 വട്ടെങ്കിലും കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അത് ഓരോന്ന് തണുക്കാനുള്ള ഏറ്റവും നല്ല കാരണങ്ങളാണ് അതൊന്ന്. അതേപോലെ തന്നെ സ്പ്രൗട്ടർ ഉണ്ടെങ്കിൽ കൊടുക്കാം നമുക്ക്. അപ്പോൾ മഴക്കാലത്ത് നമ്മളെല്ലാവരും സ്പ്രൗട്ടർ കൊടുക്കുന്നതിൻ്റെ ലിമിറ്റേഷൻസ് നോക്കൂല്ലേ. അതായത് ഒരു വീക്കിലി 1 വട്ടം അല്ലെങ്കിൽ 2 വട്ടം 3 വട്ടം അങ്ങനെയല്ലേ. അപ്പോൾ ഇത് വേനൽക്കാലത്ത് നമുക്ക് അങ്ങനെ ഇതുള്ള ഒരു ലിമിറ്റേഷൻസ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്കത് എത്ര വേണമെങ്കിലും കൊടുക്കാം. എന്നാലും ഒരു ഉച്ച സമയത്ത് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഞാൻ ഉച്ച സമയത്താണ്, ഞാൻ ആദ്യം രാവിലെ ഒന്ന് കൊടുത്തിരുന്നത്. മഴക്കാലത്തൊക്കെ രാവിലെ, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ഉച്ച സമയത്താണ് കൊടുക്കാറ്. അതിൽ മഴക്കാലത്ത് ഞാൻ അങ്ങനെ കൊടുക്കാറൊന്നും ഇല്ലായിരുന്നു, ഇടപെട്ട ഗ്യാപ്പിലാട്ടോ കൊടുക്കാറുള്ളത്. അപ്പം ഇത് ഉച്ച സമയത്ത് നമുക്ക് കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫിഞ്ചസുകൾ അങ്ങനത്തെ ബേഡ്സിന് പോരുന്നവരാണെങ്കിൽ, ഫിഞ്ചസുകളെ സംബന്ധിച്ചിട്ട് ഭയങ്കരമായിട്ട് കുളിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു ബേഡ്സ് ആട്ടോ ഫിഞ്ചസുകൾ. ഓർക്ക് മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വെള്ളം വെച്ച് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. കൊനൂർസിന് പിന്നെ കുഴപ്പമില്ല കേട്ടോ. സൺ കൊനൂർ അതേപോലെ സ്മോൾ കൊനൂർസ് കാര്യങ്ങളൊക്കെ നമ്മൾ വെള്ളം വെച്ച് കൊടുത്താൽ അപ്പോൾ ഒരു കുടിക്കുന്ന പാത്രത്തിലായിക്കോട്ടെ എന്തിലായിക്കോട്ടെ, ഓർക്ക് നമ്മൾ ഇപ്പോൾ കുടിക്കുന്ന പാത്രത്തിൽ വെച്ച് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് വേറെ അഡീഷണൽ ഒരു ബേസിന് വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കുക. രണ്ടിലും എന്ത് ചെയ്യും, കുളിക്കും കേട്ടോ. അത് ഇവർ നന്നായിട്ട് വളരെ വൃത്തി ചെയ്യുന്ന ബേഡ്സാണ് കേട്ടോ. പക്ഷെ ഞാൻ ഈ കൊക്കട്ടൈൽസുകളും ബജ്ജീസുകളും അങ്ങനെ കുളിച്ച് കണ്ടിട്ടില്ല. കൊക്കട്ടൈൽസുകളും ബജ്ജീസുകളും മാത്രമാണ് ഒരു കുറവ് കാണാറുള്ളത് കേട്ടോ. അപ്പോൾ ഓർക്ക് ഞാൻ എന്ത് ചെയ്യും, ഇവിടെ സ്പെയർ ഉണ്ട്, അത് വെച്ചിട്ട് അടിച്ചിട്ട് എന്തായാലും എല്ലാവരും വാഷ് ചെയ്ത് വിടാറ് കേട്ടോ. അതുപോലെ നമ്മൾ പക്ഷികളിലെ മൈറ്റ്സ് ഇല്ലേ, അതായത് നമ്മളെ പേൻ എന്ന് പറയുന്നത്, അത് ഈ വേനൽക്കാലത്താണ് ഭയങ്കരമായിട്ട് കാണുന്നത് കേട്ടോ. പലരും അങ്ങനെയാണ് പറയാറുള്ളത്. എനിക്കും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യാറുള്ളത് കേട്ടോ.
വേനൽക്കാലത്താണ് ഭയങ്കരമായിട്ട് കാണുന്നത്. കാരണം ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വേനൽക്കാലത്താണ്. പിന്നെ ഈ മൈറ്റ്സിന് ജീവിക്കാൻ പറ്റിയ ഒരു ടെമ്പറേച്ചർ കാര്യങ്ങളാണ് വേനൽക്കാലം എന്ന് പറയാറുണ്ട്. അപ്പം അതിനുള്ള മെഡിസിൻസ്, അതായത് ഏവൻ ഇൻസർ ലിക്വിഡേറ്ററോ അല്ലെങ്കിൽ മറ്റ് കുറഞ്ഞ മെഡിസിൻസോ ഏതായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം അത് മസ്റ്റായിട്ട് ഒന്ന് അടിച്ച് വരുന്ന ഡീവാമൊക്കെ ചെയ്ത് വൃത്തിയാക്കുന്ന നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ ഡീവാം ചെയ്യാൻ പറ്റിയൊരു കാലാവസ്ഥയാണ് വേനൽക്കാലം. ഒരു എല്ലാം കൊണ്ട് ഫ്രീ ആയിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഡീവാമിൽ പറ്റിയ സമയമാണ് കേട്ടോ. അതേപോലെ തന്നെ പലർക്കുള്ള സംശയമാണ്, മുട്ടയിൽ കിടക്കുന്ന ബേഡുകൾക്ക് വെള്ളം വെച്ച് കൊടുത്താൽ കുളിച്ചാൽ പിന്നെ മുട്ട വിരിയാണ്ടിരിക്കും. അങ്ങനെയൊന്നുമില്ല കേട്ടോ. അത് ഏറ്റവും നല്ലതാണ്. മുട്ട കിടക്കുന്ന ബേഡ് ഇപ്പോൾ നമ്മൾ വെച്ച് കൊടുത്തില്ലെങ്കിൽ അവർ കുടിക്കും. ഇപ്പോൾ സൺകുനൂർ ആയിക്കോട്ടെ, കൊനൂർസ് ആയിക്കോട്ടെ, ഫിഞ്ചസ് ആയിക്കോട്ടെ, നമ്മൾ വെച്ച് കൊടുക്കണമെന്നില്ല. ഒരു മുട്ട കിടക്കുന്ന ബേഡ്സ് ആണെങ്കിൽ ഒരു വന്നതിൽ കുളിച്ചിട്ട് പിന്നെ ഒരു പോയി എഗ്ഗ് കിടക്കുളിക്കും. ആ ഒരു ബോക്സിനുള്ളിലെ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ നന്നായിട്ട് സഹായിക്കും കേട്ടോ. പിന്നെ ഒരു മുട്ട കിടക്കുന്ന ബേഡ്സ് ഓൾറെഡി സ്ട്രെസ്ഡ് ആയിരിക്കും. അപ്പോൾ അവർക്ക് റിലീഫും കൂടിയാണ് ആ കുളിക്കുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പണ്ടത്തെ ഉള്ളവർ പറയുന്നതാണ്, ഇപ്പോൾ കോഴിയൊക്കെ കുളിച്ചതിൻ്റെ മുട്ട പോയി കിടന്ന വിരിയില്ല എന്നൊക്കെ പറയുന്നൊക്കെ പണ്ടുള്ളവർ പറയുന്നൊക്കെ. അതുപോലെ തന്നെ നമ്മൾ എഗ്ഗ് ആകാശം കാണിച്ചാൽ വിരിയൂല, ആകാശം കാണിക്കാണ്ട് വേണം മുട്ട അടക്കി വെക്കാന്നൊക്കെ പറയുന്നൊക്കെ. ഞാനൊക്കെ വെച്ചാൽ ബേഡ്സിൻ്റെ എഗ്ഗ് നല്ല വെയിലത്ത് വെച്ചിട്ടാണ് അതിൽ ഫെർട്ടൈലാണോ ഇൻഫെർട്ടൈലാണോ എന്നൊക്കെ നോക്കാറ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പേടിക്കേണ്ട കാര്യങ്ങളില്ല പക്ഷികളെ സംബന്ധിച്ചിട്ട്. അപ്പം പല കാര്യങ്ങൾ പണ്ടുള്ളവർ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ വാസ്തവമൊക്കെ ഉള്ളതാണ് താനും. നമുക്കെല്ലാം തട്ടിക്കളയാൻ സാധിക്കില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇല്ലാത്തതാണ്. ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറഞ്ഞതാണ്. എല്ലാവർക്കും അങ്ങനെ ആണെന്നില്ല കേട്ടോ. അപ്പം ഇന്ന് ഞാൻ ഒരു ചെറിയൊരു വീഡിയോ മാത്രമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.